Hello everyone. In this part, we'll see investment life cycle. അതായത് ഒരു ആളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് ഇസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻ ഇൻവെസ്റ്റർ ഗോസ് ത്രൂ ഓവർ ദ ലൈഫ് ടൈം ഫ്രം ഇൻസെപ്ഷൻ ടു മെച്യൂരിറ്റി. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത്, മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻ ഇൻവെസ്റ്റർ ഗോസ് ത്രൂ ഓവർ ദർ ലൈഫ് ടൈം. ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള പെക്യുലാരിറ്റീസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. സോ നൗ ലെറ്റ്സ് സീ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സൈക്കിൾ. 4 സ്റ്റേജസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ടെക്സ്റ്റിൽ നോക്കിയാലും ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാം. ബേസിക് ആയിട്ട് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് ഫേസ് ഇസ് അക്യുമുലേഷൻ ഫേസ്, കൺസോൾട്ടേഷൻ ഫേസ്, distributive phase and decumulation phase. Now let's see each phase, the peculiarities of each phase. First is accumulation phase. എന്താണ് accumulate ചെയ്യുക എന്ന് പറഞ്ഞാൽ? accumulate ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി വെക്കുക എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. സോ ദിസ് ഫേസ് അക്കേഴ്സ് ഫ്രം ഏർലി ടു മിഡിൽ ഇയേഴ്സ് ഓഫ് വൺസ് കാരിയർ. അതായത് ഒരാൾ ഒരു കാരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അഥവാ അയാൾ ഇൻകം ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഉള്ള ഫേസ് ആണ് എന്ത്? അക്യുമുലേഷൻ ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഒരാൾ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനം മാറ്റി വെക്കും. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വെൽത്ത് വേണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ഇറ്റ് ഫോക്കസസ് ഓൺ ബിൽഡിംഗ് വെൽത്ത് ആൻഡ് സേവിങ് ഫോർ ലോങ് ടേം ഗോൾസ്. നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടി മാറ്റിവെക്കും, നമ്മുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കും, നമ്മുടെ മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സ്റ്റേജാണ് അക്യുമുലേഷൻ ഫേസ്. ഇവിടെ നമ്മുടെ നമ്മൾ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. കാരണം നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റിസ്ക് ടോളറൻസ് കൂടുതലായിരിക്കും. ഇവിടെ യൂഷ്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഫ്രം ഏജ് 20 to 40. അതായത് നമ്മൾ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ടു മിഡിൽ ഇയേഴ്സിനെയാണ് നമ്മൾ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഫേസ് പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട് കൺസിസ്റ്റന്റ്ലി ഫ്രം സാലറി ഓർ ബിസിനസ്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ 21ാമത്തെ വയസ്സിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം കുറച്ച് എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആൾക്കാർ നല്ല റിസ്ക് ഏറ്റെടുക്കുന്ന ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മെയിൻലി ആൾക്കാർ ഈ ഫേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റിൽ, മ്യൂച്വൽ ഫണ്ടിൽ, ETF മീൻസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അങ്ങനെ സ്റ്റോക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ആയിരിക്കും ഈ ഒരു ഫേസിൽ നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് ഇവിടെ റിസ്ക് ഏറ്റെടുക്കാനുള്ള നമ്മുടെ റിസ്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാര്യം നമുക്ക് റിട്ടയർ ചെയ്യാൻ ഒരുപാട് ടൈം ഉണ്ട്, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സാലറി പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കാം. ആഫ്റ്റർ അക്യുമുലേഷൻ ഫേസ്, ദ നെക്സ്റ്റ് ഫേസ് ഇസ് കൺസോൾട്ടേഷൻ ഫേസ്. അതായത് നമ്മുടെ ഒരു മിഡിൽ ടു ലേറ്റർ സ്റ്റേജിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ ഫേസ്. നമ്മൾ ജോലിക്ക് പ്രവേശിച്ച് ഒരു പകുതിയൊക്കെ എത്തിയിട്ട് പിന്നെ നമ്മുടെ ഒരു നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആ ഒരു സമയം, ഏകദേശം ആ ഒരു സമയം വരെയാണ് നമ്മുടെ കൺസോൾട്ടേഷൻ ഫേസ് എത്തുന്നത്. ഇവിടെ നമുക്ക് ഇൻകം ഒക്കെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ജോയിൻ ചെയ്ത ടൈമിനെക്കാട്ടും നമുക്ക് ഇൻകം ഓഫ് കോഴ്സ് ഉണ്ടാവും. നമ്മുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഇൻകം ഉണ്ടാവും. നമ്മുടെ സേവിങ്സും കാര്യങ്ങളൊക്കെ കൂടി വരും. ഇവിടെ റിസ്ക് ടോളറൻസ് ഈ സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റിസ്ക് കപ്പാസിറ്റി. ഈ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മുടെ റിസ്ക് ടോളറൻസ് കുറഞ്ഞു വരും. കാര്യം എന്താണ്? നമ്മൾ ഏകദേശം റിട്ടയർ ഒക്കെ ചെയ്യാനാകുമ്പോഴേക്കും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് റിസ്ക് ടോളറൻസ് കുറവായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ എയിം എന്ന് പറയുന്നത് വെൽത്ത് ആൻഡ് ജനറേറ്റ് ഇൻകം. നമ്മുടെ വെൽത്തും ക്രിയേറ്റ് ചെയ്യണം, ഇൻകം ജനറേറ്റ് ചെയ്യണതായിരിക്കും നമ്മുടെ എയിം. റിസ്ക് ടോളറൻസ് വിൽ ബി മോഡറേറ്റ്. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ എമൗണ്ട് സ്റ്റോക്കിലേക്ക് മാറ്റി വെക്കുമെങ്കിൽ ഈ ഫേസിൽ കുറച്ച് എമൗണ്ടേ മാറ്റി വെക്കുള്ളൂ. ബോൺഡ്സ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് റിസ്ക് ടോളറൻസ് ഇവിടെ നല്ല കൂടുതലായിരിക്കും, ഇവിടെ എത്തുമ്പോൾ അതൊരു മോഡറേറ്റ് ആയിട്ട് നിൽക്കും.
Third phase is distribution phase. It occurs during the റിട്ടയർമെന്റ് ഇയേഴ്സ്, അതായത് 60 ഇയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ജനറേറ്റിംഗ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ് ടു സപ്പോർട്ട് റിട്ടയർമെന്റ് ലൈഫ് സ്റ്റൈൽ. റിട്ടയർമെന്റ് ശേഷം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ഒരു ഫേസിലെ മെയിൻ എയിം. അതായത് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇൻട്രസ്റ്റ് നമ്മൾ നല്ലപോലെ നോക്കും. ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എന്തായിരിക്കും, ടോളറൻസ് വിൽ ബി വെരി ലോ. കാരണം നമുക്ക് അവിടെ റെഗുലർ ഇൻകം വരുന്നില്ല. നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ഇൻകം ഇല്ല. ആൻഡ് ഹിയർ ദ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആർ പീപ്പിൾ യൂസ്ലി ഡെപ്പോസിറ്റ് ഇൻ ബോണ്ട്സ്. നമുക്ക് നല്ല ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്സ്, ഗവൺമെന്റിന്റെ ഒക്കെ സ്റ്റോക്സിന് ചിലപ്പോൾ നല്ല ഡിവിഡൻഡ് കിട്ടും. ആനുറ്റീസ്, അതായത് ആനുവൽ ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങളാണ് ആനുറ്റീസ്. അതിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫേസ് ഇസ് ഡിക്യുമുലേഷൻ ഫേസ്, വിച്ച് ഇസ് indeed the opposite of accumulation phase. It focuses on late retirement years. അതായത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ they will withdraw money to cover living expenses. അതായത് ഈ അക്യുമുലേഷൻ ഫേസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങൾ മെല്ലെ 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 നമ്മൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങും. ഇവിടെ റിസ്ക് ടോളറൻസ്, റിസ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ വളരെ കുറവാണ്. കാര്യം അവർ റിട്ടയർ ചെയ്തു, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻകം ഇല്ല. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള പൈസ പ്രിസർവ് ചെയ്യുക, ഓൾറെഡി ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ ആയിട്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഉദ്ദേശവും ഉണ്ടാവും. ആൻഡ് ഹിയർ പീപ്പിൾ ഇൻവെസ്റ്റ് ഇൻ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ബോണ്ട്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ലോ റിസ്കി സാധനങ്ങളിലാണ് ഇവിടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 4 ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സൈക്കിൾ. ഫസ്റ്റ് ഫേസ് അക്യുമുലേഷൻ. ഇവിടെ നമ്മൾ ജോലി ചെയ്യാൻ അഥവാ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അക്യുമുലേഷൻ ഫേസ്. ഒരു 20 to 40 ഇയേഴ്സിൻ്റെ ഇടയിൽ. ഇവിടെ റിസ്ക് ടോളറൻസ് വിൽ ബി വെരി ഹൈ. റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാര്യം നമുക്ക് ഒരുപാട് വർഷം റിട്ടയർമെന്റിനുണ്ട്. കൺസോൾട്ടേഷൻ ഫേസ് എന്നാൽ മിഡിൽ ഏജിലുള്ള ഫേസ് ആണ് കൺസോൾട്ടേഷൻ ഫേസ്. റിസ്ക് ടോളറൻസ് വിൽ ബി മോഡറേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ടോളറൻസ് ലോ ആയിരിക്കും. റിട്ടയർ ചെയ്തിട്ട് ആ ടൈമിലുള്ള ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫേസ്. ഇവിടെ നമ്മൾ നമ്മുടെ പൈസയൊക്കെ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മെല്ലെ മെല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫേസ്. പിന്നെ നെക്സ്റ്റ് ഇസ് ഡിക്യുമുലേഷൻ ഫേസ്. അതായത് നമ്മൾ റിട്ടയർ ചെയ്തിട്ട് ഏർലി റിട്ടയർമെന്റ് ഫേസ് ആണ് ഡിക്യുമുലേഷൻ ഫേസ്. ഇവിടെ റിസ്ക് ടോളറൻസ് വളരെ കുറവായിരിക്കും. ഇവിടെ നമ്മൾ ഉള്ള പൈസ പോവാതിരിക്കാൻ വേണ്ടി നോക്കും, പ്ലസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ഓരോ ഫേസിൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വരുന്നത്, അതുപോലെ റിസ്ക് എത്ര ഏറ്റെടുക്കും, എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഫോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പ്ലാനിങ്. ഇത്രയും പാർട്ട് കേട്ടതിൻ്റെ ഭാഗമായിട്ട് യു യുവർ സെൽഫ് വിൽ ബി ഏബിൾ ടു ജനറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ദ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ ഓൾറെഡി എന്താ ഇൻവെസ്റ്റ്മെന്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്സ്, ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചു. അതിൻ്റെ ബേസിൽ യു വിൽ ബി ഹാവിങ് ആൻ ഐഡിയ റിഗാർഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ്. നമുക്കറിയാം എന്തായിട്ട് ആക്ട് ചെയ്യും, എമർജൻസി ഫണ്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന്, പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി, അഥവാ നമ്മുടെ ജോലി പെട്ടെന്ന് കോവിഡ് ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട് പെട്ടെന്ന് നമുക്ക് ഫ്ലഡൊക്കെ വരാം. അപ്പം നമ്മുടെ ഫ്ലഡിലൊക്കെ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാറ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഇസ് റിട്ടയർമെന്റ് പ്ലാനിങ്. ആസ് വി ഹാവ് ഓൾറെഡി സീൻ, നമ്മൾ ജോലിക്ക് ശേഷം, നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈസ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇൻവെസ്റ്റിംഗ് കൺസിസ്റ്റന്റ്ലി ഓവർ ഇയേഴ്സ് can create a substantial corpus for retirement. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ മാസവും കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു നല്ല എമൗണ്ട് അവിടെ ഉണ്ടാവും. സബ്സ്റ്റാൻഷ്യൽ കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല എമൗണ്ട് അവിടെ ഉണ്ടാവും. അവിടെ നല്ലൊരു എമൗണ്ട് ഉണ്ടായാൽ അതിൻ്റെ ഉപകാരം എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ,
നമ്മൾ ഈ പെൻഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ അത് അതർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് യൂസ് ചെയ്ത് നല്ലപോലെ പല ആൾക്കാരും നമുക്കിപ്പോൾ കാണാം റിട്ടയർമെന്റിന് ശേഷം ടൂറൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ വർക്കിംഗ് ടൈമിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അവർ റിട്ടയർമെന്റ് സമയത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് ഇസ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇൻഫ്ലേഷൻ എന്താണ് ഓൾറെഡി നമ്മൾ കണ്ടു. ഇൻക്രീസ് ഇൻ പ്രൈസ് ആൻഡ് ഡിക്രീസ് ഇൻ വാല്യൂ ആണ് ഇൻഫ്ലേഷൻ. അതായത് പണ്ട് നമുക്ക് 1 രൂപയ്ക്ക് കിട്ടിയ സാധനം ഇപ്പൊ നമ്മൾ ആ സാധനത്തിന് 2 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് നമ്മൾ അധിക ചെലവ് ഉണ്ടാവുമല്ലോ. ആ അധിക ചെലവ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് റിസ്ക് മാനേജ്മെന്റ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പല ഇൻസ്ട്രുമെന്റ്സിലും പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് റിസ്ക് ഉണ്ടാകുന്ന സമയത്ത് മറ്റേ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഗോൾ അച്ചീവ്മെന്റ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. നമുക്കൊരു വീട് വാങ്ങാനായിരിക്കും ചിലപ്പോൾ ചിലവരുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഓരോ മന്തും കുറച്ച് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചൊരു വീട് പണിയാം. അല്ലെങ്കിൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഓൺ ബിസിനസ്. അപ്പൊ പല ആൾക്കാരും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല കോർപ്പറേറ്റ് ഫീൽഡിലുള്ള ആൾക്കാരും ആ ജോലി വിട്ടിട്ട് അവരുടെ ഇഷ്ടമുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി എന്നുള്ളത്. അവരൊക്കെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എല്ലാ മന്തും കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ എമൗണ്ട് അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇസ് വെൽത്ത് ക്രിയേഷൻ. നമ്മളെ വെൽത്തി ആവാൻ വേണ്ടി സഹായിക്കും. അതായത് നമ്മൾ ഷെയറിലൊക്കെ 1,00,000 രൂപ ഇട്ടാൽ ചിലപ്പോൾ അത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 10 ലക്ഷം ഒക്കെ വരെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും. അതോടുകൂടി വിൽ ബി ഹാവിങ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. പൈസയ്ക്ക് വേണ്ടി ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഓൾസോ ടാക്സ് ബെനിഫിറ്റ്സ് കാരണം നമ്മൾ പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നതിനുള്ള എമൗണ്ട് പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്താൽ കുറയാൻ നമുക്ക് പറ്റും. ഇന്ന സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടാക്സ് അടയ്ക്കുന്നതിന്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ടാക്സ് ബെനിഫിറ്റ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ്. ഇപ്പം ഇൻവെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒബ്ജക്റ്റീവ്സിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആർ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, എമർജൻസി ഫണ്ട്, റിട്ടയർമെന്റ് പ്ലാനിംഗ്, റിസ്ക് മാനേജ്മെന്റ്, ഗോൾ അച്ചീവ്മെന്റ്, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഐ എം ഗിവിംഗ് ദീസ് ഫ്രം ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. 7 മാർക്കാണ് എസ്ഐക്ക് നിങ്ങൾക്ക് മാക്സിമം വരുന്നത്. അപ്പം മിനിമം 7 പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതണം എന്നുള്ള രീതിയിലാണ് 7 പോയിന്റ്സിലേക്ക് ചുരുക്കുന്നതും 7 പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം. ഓക്കെ. Now the last portion of your syllabus in module 1 is key considerations for investment decisions. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും. നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന പൈസയായിരിക്കും. 1,00,000 രൂപ നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്തു. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ വെറുതെ ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പല കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഭാവിയിൽ ജോലി നേടിക്കഴിഞ്ഞിട്ട് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെച്ചു. കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് ഓരോ മാസവും സേവ് ചെയ്തിട്ട് നിങ്ങളൊരു വലിയ എമൗണ്ട് ആയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഓരോ തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എമർജൻസിക്ക് വേണ്ടിയാണോ? പിന്നെ ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോൺ വാങ്ങാനാണോ, വീട് വാങ്ങാനാണോ? അതിനുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇസ് റിസർച്ചിങ് ദ മാർക്കറ്റ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സമയം? സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെ താഴ്ന്നിട്ടാണോ? ഇനി ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമി ഒക്കെ എടുക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ വാർ ഉണ്ടോ, ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറിൻ്റെ അവസ്ഥ എന്താണ്, പലസ്തീൻ വാറിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്, ഒരുപാട് വാർ ആക്ടിവിറ്റീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ എമൗണ്ടിൻ്റെ വാല്യൂ കുറയാനുള്ള ചാൻസസും കൂടുതലാണ്. സോ യു ഷുഡ് മേക്ക് സഫിഷ്യൻറ്റ് റിസർച്ച് റിഗാർഡിംഗ് ദ മാർക്കറ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ റിസ്ക് ലെവൽ, അതായത് എത്ര റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സേഫ്റ്റി, ഇറ്റ് പ്രൊവൈഡ്സ് എ കൈൻഡ് ഓഫ് സേഫർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് റിസ്ക് ഇല്ല, നമ്മുടെ പൈസ അവിടെ പോവും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. നമുക്ക് ഓരോ ഇയർലി അല്ലെങ്കിൽ ബൈ മന്ത്ലി ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ടേക്കിംഗ് റിസ്ക് ദെയർ. നമ്മൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 10,00,000 ആവാനുള്ള ചാൻസും ഉണ്ട്. നേരെ മറിച്ച് ഈ 1,00,000 പോയിട്ട് 80,000 രൂപ 50,000 രൂപ പോയിട്ട് 0 റുപ്പീസ് വരെ ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം റിസ്ക് നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ളതും വി ഷുഡ് സി. പിന്നെ അതുപോലെ നമ്മൾ എത്ര റിട്ടേൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 20% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. ബാങ്കിലൊന്നും ഒരിക്കലും നമുക്ക് 20% കിട്ടത്തില്ല. അപ്പം നമ്മൾ എത്ര റിട്ടേൺ ആണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ചില ഷെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും. അപ്പം അങ്ങനെ എത്ര റിട്ടേൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് ഇൻവെസ്റ്റ്മെന്റ് ടെന്യൂർ. എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് കാലം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഹയർ കോർപ്പസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരുപാട് കാലം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ, ഒരുപാട് പൈസ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഇസ് ലിക്വിഡിറ്റി. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പൈസ പെട്ടെന്ന് ആവശ്യം വരൂ, പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളൊരു ലാൻഡിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷന് എടുക്കാൻ പറ്റണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കത് പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് എടുക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് റിഗാർഡിങ് ദ കമ്പനി. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്റ്റഡി ചെയ്യണം. ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന സമയത്ത് ആ കമ്പനിയുടെ മൊത്തത്തിനെ കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പ്രൈവറ്റ് ഇപ്പോൾ മുത്തൂറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുത്തൂറ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളൊരു എനാലിസിസ് നമ്മൾ നടത്തിയിരിക്കണം. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും we should at least take into consideration these points. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, അതായത് ഇക്കോണമിയുടെ അവസ്ഥ, ഇന്ത്യൻ ഇക്കോണമിയിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു, വേൾഡ് ഇക്കോണമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എത്ര റിസ്ക് ഏറ്റെടുക്കാൻ പറ്റും, എത്ര റിട്ടേൺ പ്രതീക്ഷിക്കുന്നു, എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് പൈസ ആവശ്യമുണ്ടോ, ആൻഡ് അബൌട്ട് ദ പ്ലേസ് വെയർ യു ഇൻവെസ്റ്റ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കീ കൺസിഡറേഷൻ, അതായത് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 1, all about the remaining portions. So in this part we have seen investment life cycle, very important, 4 basic phases ഉണ്ട്, importance of investing ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ.